എബ്രഹാം ലിങ്കൻ പരാജയങ്ങളെ അതിജീവിച്ച മഹാനായ നേതാവ്. ലോകചരിത്രത്തിലെ ഏറ്റവും പ്രചോദനാത്മക വ്യക്തികളിലൊരാളായ അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കനെക്കുറിച്ചാണ്. ലോകത്ത് ഇന്ന് കോടിക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്ന ലിങ്കന്റെ ജീവിതം നമ്മൾക്കു പഠിപ്പിക്കുന്നത് പരാജയം വിജയത്തിന്റെ എതിരാളി അല്ല, വിജയത്തിലേക്കുള്ള വഴിയാണ് എന്നതാണ്. 1809 അമേരിക്കയിൽ ഒരു ചെറുകുടിലിൽ ജനിച്ച ലിങ്കന്റെ ബാല്യം അത്യന്തം ദരിദ്രമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ടു. പഠിക്കാൻ സ്കൂൾ പോലും ലഭിച്ചില്ല. ഒരു ഗ്രാമത്തിലെ ചെറിയ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങി വായിച്ചതാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിദ്യാഭ്യാസം. പഠനത്തിനുള്ള അവസരം കുറവായിരുന്നെങ്കിലും വിജയിക്കണമെന്ന ഉറച്ച മനസ്സ് അദ്ദേഹത്തിന്റെ കരുത്തായി. തുടർച്ചയായ പരാജയങ്ങൾ. ലിങ്കന്റെ ജീവിതം പറഞ്ഞാൽ അത് പരാജയങ്ങളുടെ ചരിത്രം തന്നെയാണ്. 1832 അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. 1833 ബിസിനസ് തുടങ്ങിയത് പോലും കടപ്പാടിൽ കലാശിച്ചു. 1835 അദ്ദേഹത്തിന്റെ നിശ്ചയിതയായ പെൺകുട്ടി മരണപ്പെട്ടു. 1836 അദ്ദേഹം മാനസികാസ്വാസ്ഥ്യത്തിൽ ആകുകയും ചെയ്തു. 1843, 1848, 1855, 1858 അദ്ദേഹം പലതവണ തിരഞ്ഞെടുപ്പുകളിൽ പരാജയം കണ്ടു. എന്നാൽ ഈ എല്ലാ പരാജയങ്ങളും അദ്ദേഹത്തെ തളർത്തിയില്ല. അദ്ദേഹം പറഞ്ഞു, എത്ര തവണ ഞാൻ വീണാലും ഒരിക്കൽ മാത്രം ഞാൻ എഴുന്നേറ്റ് വിജയിച്ചാൽ മതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സാധാരണമായ പശ്ചാത്തലത്തിൽ നിന്ന് അനവധി പരാജയങ്ങൾ അനുഭവിച്ചിട്ടും അദ്ദേഹം തന്റെ സ്വപ്നം ഒരിക്കലും വിട്ടുകളഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മോട് പറയുന്നത് വിജയികളായി മാറുന്നവർ പരാജയം ഭയപ്പെടാത്തവരാണ് എന്നതാണ്. 1860 ലിങ്കന് അമേരിക്കയുടെ 16ാം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജീവിതത്തിലുടനീളം കണ്ട പരാജയങ്ങൾ, കഷ്ടപ്പാടുകൾ, നിരാശകൾ ഇവയെല്ലാം അദ്ദേഹത്തെ മഹാനായ നേതാവായി വളർത്തി. പ്രസിഡന്റായിരുന്നപ്പോൾ തന്നെ അമേരിക്കയിൽ അടിമത്തം അവസാനിപ്പിക്കാൻ അദ്ദേഹം മുന്നോട്ടു വന്നു. തന്റെ ജീവിത പാഠങ്ങൾ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കാവുന്ന പ്രധാന പാഠങ്ങൾ. ഒരു പരാജയം വിജയത്തിന്റെ വഴിയാണ്. പല തവണ പരാജയപ്പെട്ടിട്ടും ലിങ്കന് കൈവിടാതെ മുന്നേറി.